guys, welcome back to the yet another video of Rindu Bhagya Vlogs. സോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഭാഗ്യയുടെ അച്ഛനും ഇന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് സെറ്റ് ആക്കാനുണ്ട്. നാളെ പുലർച്ചയ്ക്ക് എണീറ്റ് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ വാച്ച് ചെയ്യുക. കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാവും, ട്രാവൽ ഉണ്ടാവും. കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ്, ഒരു 5-6 മണിക്കൂറത്തെ ട്രാവൽ ഭാഗ്യം പോവുകയാണ്. ഇവിടെ കിച്ചണിലെ പണിയിലാണ്. അമ്മ ചപ്പാത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ഭാഗ്യം പണിയിലാണ്. ഭാഗ്യ ദേ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോ നമുക്ക് ഏതായാലും എനിക്ക് 1-2 വീഡിയോസ് ചെയ്യാനുണ്ട് ടെക് ചാനലിലെ. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. എന്താ പറയുക, അവരെത്തി. ഭരത്ത് ടി വി നോക്കിയിരിക്കായിരുന്നു. ദേ അച്ഛനും അമ്മയും എല്ലാവരും എത്തി. അമ്മയ്ക്ക് ബാങ്കിൽ നിന്ന് ചായക്ക് കഴിക്കാൻ കിട്ടിയ പരിപ്പോടെ അമ്മ ഭാഗ്യക്ക് ആദ്യം കൊണ്ടു കൊടുക്കാറുണ്ട്. ഭരത്തിന് മൈക്കൂടെ. അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് അത് കൊണ്ടുവന്ന ഭാഗ്യ അത് പകുത്തെടുക്കുക. പക്ഷെ എനിക്കൂടെ അങ്ങനെ പിന്നെ അവരെല്ലാരും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു. നമ്മളതിന്റെ കൂടെ കൂടി. അത് കഴിഞ്ഞ് അച്ഛന് മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു. ഇത് ഭാഗ്യയുടെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അമ്മയും അച്ഛനും വരുന്ന പ്രമാണിച്ച് അവളുടെ കഴിവ് തെളിയിച്ചതാണ് അവള്. മുന്നേ നമ്മൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിക്ക് അവരുണ്ടാക്കി അച്ഛനും അമ്മയും കൊടുക്കാൻ ഉണ്ടാക്കിയതാണ് ഇളനീർ പുഡിങ്. പുഡിങ് ഒക്കെ വൃത്തിയിലുണ്ടായി. പക്ഷെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പാളിപ്പോയി. കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് വൃത്തിയിൽ കിട്ടിയില്ല. പിന്നെ ഞാനും കൂടെ ചേർന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ അവർക്ക് 2 പേർക്കും അതെടുത്ത് കൊടുത്തു. അങ്ങനെ അവരൊക്കെ കഴിക്കാൻ തുടങ്ങി. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഭരത്ത് സമ്മതിച്ചു കൊടുത്തില്ല. അതാ പ്രശ്നമായി. അമ്മയ്ക്ക് ഇഷ്ടമായി, പക്ഷെ അത്ര പോരാ. ഇത്തിരി മധുരം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ എക്സ്പ്രഷൻ എനിക്ക് കണ്ടെത്താ. എല്ലാവരും ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ വെജ് കറിയും നമുക്ക് മഷ്റൂമിന്റെ കറിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അച്ഛമ്മ ഓൾറെഡി മരുന്ന് കുടിക്കുന്നതുകൊണ്ട് നേരത്തെ കഴിച്ചിട്ട് പിന്നെ ആള് നമ്മളെ ജോയിൻ ചെയ്യുക ചെയ്തു. അങ്ങനെ അവർക്ക് ഭാഗ്യ റൂമൊക്കെ സെറ്റ് ആയി കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് അമ്മേനെ കുറേ നേരം അവിടുന്ന് സ്ക്രൂ ചെയ്ത് അവസാനം അമ്മ അവിടുന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെ നമ്മൾ പുറത്ത് ഈ സെറ്റപ്പ് കിടന്നു. ഗുഡ് നൈറ്റ്. മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ളൂ. സമയം ഇപ്പം 4:10. അമ്മ നേരത്തെ വിളിച്ചതുകൊണ്ട് എണീറ്റ്. രണ്ട് സൈഡിൽ നിന്ന് കിടന്ന അടിയുണ്ട്. ഇന്റത് ഇപ്പുറത്ത് ഉള്ളത് ഇപ്പുറത്ത്. ഞങ്ങൾ എണീറ്റ്. അമ്മ വന്ന് എണീറ്റ് അമ്മ എണീറ്റ് വന്നിട്ട് വിളിച്ചുകൊണ്ട് എണീറ്റ്. ഇപ്പൊ ഏതായാലും കുളിക്കണം, മാറ്റണം, വേഗം ഇറങ്ങണം. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കണം. സോ നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് കിടക്കുന്ന കാസർഗോഡ്. ആ ഭാഗത്തേക്കാണ്. നമ്മളിതുവരെ കാസർഗോഡ് പോയിട്ടില്ല. ഇവളുടെ ഒരു അമ്മായിണ്ട്. അമ്മയുടെ വീട്ടിലേക്കും പോകാറുണ്ട്. പിന്നെ അച്ഛനായിട്ടും ചെറിയ പെങ്ങളുണ്ട്. കസിന്റെ ഒരു ഫംഗ്ഷൻ. ഇന്ന് അമ്മയുടെ കസിന്റെ ഒരു റിലേറ്റീവിന്റെ ഒരു കല്യാണത്തിന് പോകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജേർണി ഒരു കുറച്ച് ലോങ് ജേർണി തന്നെ ആയിരിക്കും. നമ്മൾ എറണാകുളത്തേക്ക് പോയ പോലെ തന്നെ. സോ നിങ്ങൾ എന്തായാലും ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യാം. ഇന്നലെ നമ്മൾ തുടങ്ങിയതാണ് ഇന്നത്തെ ഈ ജേർണി. അങ്ങനെ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് പോകാണ്ട് 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. അപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. 6 മണിക്ക് നമ്മൾ 4 മണിക്ക് എണീറ്റ്. പക്ഷെ പരിപാടി കഴിയുമ്പോഴത്തെ നേരം വൈകി. ഇതേ ഒരാൾ വട്ടത്ത് നടക്കുന്നു ഇവിടുന്ന്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബാക്കി പോകുന്ന വയ്ക്കാം. അപ്പൊ നമ്മൾ പുറപ്പെട്ടു. 5 മണിക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് 6 മണിക്കാണ് ഇറങ്ങുന്നത്. ഭരത്തുണ്ട്, അപ്പുച്ചിയുണ്ട്, അമ്മച്ചിയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഭാഗ്യ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ചേർന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോ ഇറങ്ങി.
അങ്ങനെ നമ്മൾ മാപ്പൊക്കെ നോക്കി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 6 മണിക്ക് ഇറങ്ങി ഒരു 7 മണി 7:30 കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം നേരം വെളുത്തു തുടങ്ങി. പിന്നെ അത്രയും നേരം നമ്മൾ അങ്ങോട്ടൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഭാഗ്യയുടെ കാര്യം, എൻ്റെ കാര്യം, പിന്നെ അവരുടെ കാര്യം നമ്മുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ചെറുതായിട്ട്. പിന്നെ ഉറക്കം മാറ്റാനൊക്കെ ആയിട്ട് പാട്ട് വെക്കാം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചിൽ മൂഡിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പാലത്തിന്, ഈ മേൽപ്പാലത്തിന്റെ ഫുൾ പണി കഴിഞ്ഞില്ലെങ്കിലും പണി കഴിഞ്ഞിടത്തോളമുള്ള ദൂരം അത്യാവശ്യം നല്ല വൃത്തിക്കാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതും ജസ്റ്റ് പോകുന്ന വഴിക്കൊന്ന് പകർത്തി. പിന്നെയാണെങ്കിൽ നമ്മുടെ ഫുൾ ട്രാവലും അധികം കോഴിക്കോട് നിന്ന് തെക്ക് ഭാഗത്തേക്കായിരിക്കും. അതായത് നമുക്ക് മലപ്പുറം അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പോലെ ഇടുക്കി ആ ഒരു ഭാഗത്തേക്കൊക്കെ അധികം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു റൂട്ട് നമുക്ക് പുതിയതാണ്. പോകുന്ന വഴിക്ക് ഫുള്ള് മുമ്പിൽ ലോറി വണ്ടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് മഴ ഉള്ളതുകൊണ്ടുകൂടി ചളിയൊക്കെ അങ്ങനെ തെറിച്ചിട്ട് ഗ്ലാസിന്റെ മേലെയൊക്കെ വിസിബിലിറ്റി കുറച്ച് കുറവായിരുന്നു. ഗൈസ് ബ്ലോക്ക് വിട്ടിട്ട് നമ്മളിത് കടലിന്റെ ഭാഗത്തു കൂടെയൊക്കെയാണ് പോകുന്നത്. റോഡ് അറിയില്ല, മാഹിയിലേക്ക് നമ്മൾ പോകുന്നത്. ഏതോ ഒരു കടലൊക്കെ കാണുന്നുണ്ട്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് എത്തും, റെഡിന്റെ അപ്പുറം എത്തും. നമ്മൾ നേരെ ചെന്നെത്തുക റെഡിലേക്ക് തന്നെ. അതിലും വേഗം ഈ റോഡ് പിടിച്ചു പോകും. ഈ റോഡ് സ്ട്രൈറ്റ് പിടിച്ചു പോകും. അങ്ങനെ കത്തി സിനിമയിൽ വിജയ് പ്ലാൻ ചെയ്ത പോലെ ബ്ലൂ പ്രിന്റ് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഭരത് പറഞ്ഞ പ്രകാരമുള്ള മാസ്റ്റർ പ്ലാൻ പ്രകാരം നമ്മൾ ഈ ഒരു കടപ്പുറ സൈഡ് വഴി പോയി ചെറിയ രീതി ബ്ലോക്ക് ഒടുങ്ങി. നെക്സ്റ്റ് ലൊക്കേഷൻ മാഹി ആയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നമ്മൾ മാഹി പേര് കേട്ടുള്ളത് ഒന്ന് വാട്ടീസിനും ഒന്ന് പെട്രോളും ഡീസലിനും വില കുറവുള്ളതാണ്. നമ്മൾ അവിടെ എത്തിയപാട് ഏതായാലും ഫ്യൂൽ ടാങ്ക് ഫുള്ളാക്കി പെട്രോള് നിറച്ചു. എന്നിട്ട് നമ്മളെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തലശ്ശേരി എത്തി. മാഹിന്ന് ഫ്യൂൽ അടിച്ചതിന് ശേഷം പിന്നെ തലശ്ശേരി വഴി അങ്ങനെയായിരുന്നു നമ്മൾ ഗൂഗിൾ മാപ്പിൽ ബെസ്റ്റ് റൂട്ട് കാണിച്ചില്ല. അപ്പൊ അത് വഴി പോയി. തലശ്ശേരി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഏകദേശം 9 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെസ്റ്റോറന്റ് തപ്പിലായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെ തപ്പി അവസാനം ഈ ഒരു പെപ്പർ പാലസ് എന്നുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. അങ്ങനെ തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള രീതിയിൽ അതിന്റെ അകത്തേക്ക് ഉണ്ട്. അങ്ങനെ ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറിയപ്പോൾ കയറിയത് വേസ്റ്റ് ആയെന്ന് തോന്നിയില്ല. കാരണം അതിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു തലശ്ശേരിന്റെ ഈ ഒരു പ്രദേശം എങ്ങനെയാണ്, ഇതിന്റെ ഒരു ചന്തയും അതേപോലെ തുറമുഖത്തിന്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഹിസ്റ്ററി പറയുന്ന രീതിയിലുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് കാര്യമുള്ള കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കുറച്ച് നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. അപ്പൊ ആ ഒരു സാധനം നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് പകർത്തി. പിന്നെ എല്ലാവരും വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാൻ പൂരി ആയിരുന്നു പറഞ്ഞത്. അവര് 3 പേരും വെള്ളയപ്പും മുട്ട്രോസ്റ്റ് പറഞ്ഞത്. പക്ഷെ പൂരിന്റെ ബാജിക്കറി തീരെ പോരായിരുന്നു. പക്ഷെ മുട്ട്രോസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒരു മുട്ട്രോസ്റ്റും പിന്നെ ഒരു പൂരിയും എക്സ്ട്രാ 2 വെള്ളപ്പം അവർക്ക് കൂടെ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫില്ലായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. ആ ബാജിക്കറി ഒഴിച്ച് എന്തോ ഒരു വശപ്പശകുള്ള പോലെ തോന്നി. അത്ര സെറ്റായില്ല. അപ്പൊ നമ്മളെല്ലാരും അവിടുന്ന് പിന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണം അവിടുന്ന് കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചു. പൂരിയും ബാജിയും പിന്നെ അപ്പവും മുട്ടക്കറിയും എല്ലാം കഴിച്ച് അത്യാവശ്യം എല്ലാവരും ഫില്ലായി. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു അല്ലേ. നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നേരെ ഓഫ് ടു ട്രീ പോണ്ട് റിസോർട്ട്. നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന അവിടെ വെച്ചിട്ടാണ്. സോ ഗ്ലാഡ്ലി നമ്മൾ അവിടെ കറക്റ്റ് ടൈമിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഫുഡിന്റെ വണ്ടിയിൽ എത്തണം എന്നാണ്. അപ്പൊ നമുക്ക് ഏതായാലും ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാൻ പോകുന്ന വയ്ക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കാം. തലശ്ശേരിന്ന് പോവാം. അങ്ങനെ നമ്മൾ അവിടെ എത്തുന്ന വഴിക്ക് ഈ ഒരു കോടതി പുതിയതായിട്ട് അവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് നല്ലൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. കോടതിയും കൂടെ ആയതുകൊണ്ട് അച്ഛൻ അതും കൂടെ ഒന്ന് എടുത്തോളാം പറഞ്ഞു. പിന്നെ ആ കോടതിൻ്റെ അടുത്ത് വ്യൂ ബീച്ചായിരുന്നു. ഓക്കെ ഗൈസ്, ഒരു വലിയൊരു തോണി ഒരു വണ്ടീനെ വിലച്ചുകൊണ്ടു. പിന്നെ അങ്ങോട്ടുള്ള സ്ഥലപ്പേരുകളൊക്കെ കുറച്ച് വീടായിരുന്നു. മേലേച്ചുവ പിന്നെയും കേട്ടുപരിചയമുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും 1 by 1 കേൾക്കുമ്പോൾ ഭയങ്കര വീടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ ഒരു ബസ്സിൻ്റെ പിന്നിലുള്ള സ്ഥലപ്പേരുണ്ട്, സൊള്ളി, അങ്ങനെയൊക്കെയുള്ള സ്ഥലപ്പേര്. നിങ്ങൾ കാസർഗോഡുകാരാണെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും. പിന്നെ ഓൾറെഡി ഞാൻ വന്ന വഴിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഗ്ലാസ്സിന് മേലെയൊക്കെ ഫുള്ള് ചളി പിടിച്ചു. വൈപ്പറിലുള്ള വെള്ളം തീർന്നപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് 2 ബോട്ടിൽ വെള്ളം വാങ്ങി വൈപ്പറിൻ്റെ വെള്ളം നിറച്ചു, ഗ്ലാസ്സൊക്കെ കഴുകി. അതിൻ്റെ കൂടെ കുറിക്കാനായിട്ട് പ്രാൻ പൊട്ടറ്റോ ചിപ്സും പിന്നെ ഒരു കടല മിഠായിയൊക്കെ വാങ്ങി. അപ്പോൾ അവരതിന്ന് കഴിക്കായിരുന്നു. പിന്നെ ഞാനും വരത്തൂടെ ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് ആ വൈപ്പറിൻ്റെ വെള്ളമൊക്കെ നിറച്ചു. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇടവിട്ട് മഴ തന്നെയായിരുന്നു. നല്ല പെരുമഴ. നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്താനൊക്കെ ആയപ്പോഴത്തേക്ക് പെരുമഴയായിരുന്നു. കുറെ നേരം ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഒലിച്ച് പോകുന്നതും പിന്നെ അതുപോലെ നല്ല മഴേൻ്റെ ആ ഒരു സീന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു ദിവസം മാത്രം.
ഈ ഒരു സംഭവം കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കായിരുന്നു. ഈ വെള്ളം ചാടുന്ന സംഭവമൊക്കെ അവർക്ക് ആ പൈപ്പ് ഇട്ട് മൊത്തത്തിൽ അങ്ങനെ ചെയ്യായിരുന്നു. ഇത് കുറച്ച് അപകടമാണ്. പിന്നെ ഗൂഗിള് നോക്കി പോയത് കൊണ്ട് തന്നെ, ഐ മീൻ ഗൂഗിൾ മാപ്പ് നോക്കി പോയത് കൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലേക്കൊക്കെ എത്തിയപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാൻ തുടങ്ങി. ഇനി ഇത് തന്നെയാണോ വഴി, ഗൂഗിൾ അമ്മായി പണി തരുമോ? സാധാരണ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വഴി മുട്ടും, പിന്നെ റൈറ്റിൽ കൂടെ ഉള്ള വഴി കൂടെ നമ്മൾ തിരിഞ്ഞു പോകണം, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ അധികം റിസോർട്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊരു കാമായിട്ടുള്ള സ്ഥലത്തായിരിക്കും. പിന്നെ ഈ ഒരു മലയും കുന്നൊക്കെ ഉള്ള പ്രദേശത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഗസ് ചെയ്തു. പിന്നെ ട്രീബോണ്ട് റിസോർട്ടിന്റെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് സമാധാനം. ഈ പട്ടികളൊക്കെ എന്തായാലും എങ്ങനെ റോഡിന്റെ നടുവിലാണോ നിൽക്കുക, എത്ര ഹോണടിച്ചാലും മാറി തരില്ല. അങ്ങനെ പിന്നെ അവസാനം അവിടേക്ക് എത്തി. ഈ ട്രീബോണ്ട് റിസോർട്ടിന്റെ എൻട്രൻസ് കണ്ട് അവിടെ പാർക്ക് ചെയ്യുന്നവരെ നമുക്ക് ഡൗട്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി നമ്മൾ പാർക്ക് ചെയ്തപ്പോഴാണ് സമാധാനമായത്. ഹാവു, റിസോർട്ടിലെത്തി. കാരണം നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഓൾറെഡി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സമയം അത്രയും വൈകിയോണ്ട് പിന്നെ റൂട്ട് മാറി, പിന്നെ അതും കൂടി ആയില്ലേന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തി. അങ്ങനെ നമ്മളൊരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ റീച്ച് ആവുന്ന സമയത്ത്. പിന്നെ അവളുടെ കസിൻസ് ഒക്കെ ആണല്ലോ, അപ്പൊ അവരെ ഒന്ന് ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചടങ്ങിന് വേണ്ടി യാത്ര ചെയ്തു. നമുക്ക് രണ്ടുപേർക്കും കയറിയപ്പോൾ തന്നെ സംഭവം ഇഷ്ടപ്പെട്ടു. ഒരു ഔട്ട്ഡോർ സെറ്റപ്പിലായിരുന്നു അവർ പരിപാടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പരിപാടിക്ക് എങ്ങനെയാക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടുന്തോറും ഭയങ്കര റിസ്ക്കിയാണ്. ഇത് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്താൽ. എന്നാലും അറേഞ്ച്മെന്റ്സ് ഒക്കെ എനിക്കും ഭാഗ്യക്കും അച്ഛനും അമ്മയ്ക്കും ഭരത്തിനും എല്ലാവർക്കും ഇഷ്ടമായി. നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സിന്റെ ഡെക്കോർ പരിപാടിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളത് എൻജോയ് ചെയ്തു. നമുക്ക് നല്ലൊരു വാം വെൽക്കം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. വാട്ടർമെലൺ ജ്യൂസ്, ഈ ഓട്ടോമേറ്റ് ചെയ്ത സാധനത്തിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. കല്യാണ പെണ്ണിന്റെ പേര് അഭിരാമി എന്നും ചെക്കൻ്റെ പേര് അക്ഷയ് എന്നുമാണ്. അത് പറഞ്ഞില്ല ഉണ്ടെങ്കിൽ. ഭാഗ്യയുടെ കസിനാണ് ഈ അഭിരാമി എന്ന് പറയുന്നത്. നമ്മളെത്തിയപ്പോഴത്തെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മഴ. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കളർഫുൾ പരിപാടിയായിരുന്നു. അങ്ങനെ പരിപാടി കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. വെജ് നോൺ വെജ് സെപ്പറേറ്റ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഭാഗ്യവും അടുത്ത ദിവസങ്ങളിലായിട്ട് വെജ് ആയതുകൊണ്ട് നമ്മൾ വെജ് റൈസും പിന്നെ അതേപോലെ തന്നെ പനീർ ബട്ടർ മസാലയും ഗോപി മഞ്ചൂരിയനും ഒരു പൊറോട്ട കഴിച്ച് ഫില്ലായ ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇതായിരുന്നു ഹൈലൈറ്റ് ഫോട്ടോ. നമ്മളിതാ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കൂടി ഫുഡൊക്കെ കഴിച്ചു. ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മള് കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു, ഫുഡ് കഴിച്ചു. അതെ, നമ്മുടെ ഭരതമ്പിള്ള റെഡി ആയി. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നെക്സ്റ്റ് നമുക്ക് ഒരു ലൊക്കേഷൻ കവർ ചെയ്യാണ്ട്, ബേക്കൽ ഫോർട്ട് എന്നിട്ട് 3 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കേറിയിട്ട് എങ്ങനെ ഒരുപാട് സമയമുണ്ട്. അവിടുത്തെ വിഷ്വൽസൂടെ നമ്മൾ ആ ഒരു വിഷ്വൽസൂടെ നിങ്ങളെ കാണിക്കാം. പിന്നെ ബാക്കി പ്ലാൻ എന്താണല്ലോ പോകുന്ന വഴിക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് എക്സ്പ്ലോർ ടുഗദർ. അങ്ങനെ പിന്നെ നമ്മളെ ബേക്കൽ ഫോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിന്റെ ഉള്ളിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണിച്ചത് ആ ഒരു സ്ഥലത്തേക്ക്. നമ്മളൊരു 3:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. 3:30-4 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മൾ നേരെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ EV ഒക്കെ കണക്ട് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ കണ്ടു. അതൊക്കെ നല്ലതാണ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്നതിനൊക്കെ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. ഇവരെല്ലാവരും ഉറങ്ങി തൂങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബേക്കൽ ഫോർട്ടിൽ വരുന്നത്. അപ്പോൾ അതിലൊരു പുതുമ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത അകത്ത് കയറി. ഇന്ത്യൻസിന് 25 റുപ്പീസും ഫോറിനേഴ്സിന് 300 എന്ന് എഴുതി വെട്ടിയിട്ടുണ്ട്. എത്ര വേണേലും മേടിക്കാന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള അറിയില്ല. എനിക്ക് എത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഒരു ട്രാൻസ്പെറൻസി വേണ്ട ആരായാലും. പിന്നെ അതിൽ കാണിക്കുന്ന റൂൾസൊക്കെ വയലേറ്റ് ചെയ്യുന്നത് ഒരു പണിഷബിൾ ആണ്. അതൊക്കെ നല്ലത് തന്നെയാണ്. ക്ലീനായിട്ട് വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ റൂൾസാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കും. പിന്നെ ഈ ഒരു ഫോർട്ടിൻ്റെ കറക്റ്റ് ഹിസ്റ്ററിക്കൽ സംഭവമൊന്നും എനിക്ക് വലിയ വശമില്ല. അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ആ ഒരു എൻട്രൻസ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ, അങ്ങനെ ഒരു ടെമ്പിള് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അമ്മയച്ഛനും ഗസ്റ്റ് അവിടെ കയറണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കയറാതെ മുമ്പിലോട്ട് പോകുന്നുണ്ടപ്പോൾ അവരും പിന്നെ കയറാതെ പോകുന്നു. എന്തിനാന്നോ എന്താണെന്നോ കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുന്ന അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ടിക്കറ്റ് സൈഡിൽ തന്നെ ഒരു ബിൽഡിങ്ങിലാണ്. നമ്മളെ റൈറ്റ് സൈഡിൽ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട് പുറത്ത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു ഗേറ്റിന്റെ സൈഡിലായിട്ട് ഒരു പോസ്റ്റ് ഗാർഡ്സിനെ കൊണ്ട് വെരിഫൈ ചെയ്യണം. അവിടെ പിന്നെ ഈ ഫീസിന്റെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. തംസ് അപ്പ് ടു ദാറ്റ്.
ആൻഡ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളി ഒരു ഗാർഡൻ സെറ്റപ്പും ഫോർട്ടും എല്ലാം കൂടെ ഒരു നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ക്യാമറ പകർത്തുന്നതിലുപരി എനിക്കൊന്ന് അത് ആസ്വദിക്കാനുള്ള ഒരു ടൈമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അധികം ക്യാമറ പകർത്തിയില്ല, ബട്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. എൻ്റെ ഹിസ്റ്ററിയും കുറച്ച് പറയാം. അകത്ത് കയറിയാൽ തന്നെ ഭാഗ്യ അമ്മേനെ വാൺ ചെയ്യാണ്. അവിടെ ഇരിക്കുന്ന ചെടികൾ പറിക്കാനോ അവിടേക്ക് ഇറങ്ങാനൊന്നും പാടില്ല, ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ നിങ്ങളെ വാൺ ചെയ്യാണ്. ഞാൻ പറയുന്ന ഹിസ്റ്ററിയിൽ പല മിസ്റ്റേക്സും ഉണ്ടാവും. എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റിയ നോളജാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. സോ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വി ക്യാൻ അക്വയർ ദാറ്റ് നോളജ് ടുഗദർ. അപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് നമ്മളെ ചിറക്കൽ രാജാക്കന്മാരുടെ ആ ഒരു ഭരണകാലത്ത് വന്നിട്ടുള്ളതാണ്. അവരുടെ അണ്ടറിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കേലാദി നായകാശ് ആണ്. ഇത് കൺസ്ട്രക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് CE 1650 ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതും അവർ തന്നെയാണ്. അതായത് ശിവപ്പ നായക എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഇതിൽ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അത് മൈസൂർ സുൽത്താനായിട്ടുള്ള നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ അക്വയർ ചെയ്ത് പിന്നെ അവരുടെ അണ്ടറിലായിരുന്നു. പിന്നെ ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു, ബ്രിട്ടീഷ് റൂളിൻ്റെ അണ്ടറിലേക്ക് മാറി. അതിനുശേഷം പിന്നെ ഇവിടുത്തെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മളെ യുദ്ധത്തിൻ്റെ സമയത്ത് വരെ ഒളിച്ചിരിക്കാനും അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്ക് ഫോട്ടോ വഴി എന്തെങ്കിലും ആക്രമണം വരുന്നുണ്ടോ, തുറമുഖ വഴി ആക്രമണം വരുന്നുണ്ടോ അറിയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് മെയിൻ അവിടുത്തെ ഫസ്റ്റ് ഒരു ഫോട്ടോ. ഓരോ ഫോട്ടോൻ്റെ നമ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കയറിയ ഒരു ഫോട്ടോൻ്റെ അവിടുന്ന് വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല കടൽക്കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയി. ഇത് റെസ്ട്രിക്റ്റ് ആയതിന് ശേഷം മുന്നേ ആരൊക്കെയോ അതിൻ്റെ മേലെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കള്ളിമുൾച്ചെടീൻ്റെ മേലേക്ക് ആയിട്ട്. പിന്നെ ആ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഫോർട്ടും നമ്മുടെ കടലിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ പോലെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ കടലിലേക്ക് ഫുള്ള് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ കാണാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്. കാരണം ഇപ്പൊ ഈ കണ്ട റൗണ്ട് ഓഫ് ചെയ്ത ബിൽഡിങ്ങിന്റെ മേലെയൊക്കെ കോൺക്രീറ്റ് ആണുള്ളത്. അപ്പൊ കോൺക്രീറ്റ് ഒക്കെ അന്നത്തെ കാലത്ത് ഇല്ലല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞൊരാശയാണ്. അപ്പൊ എനിക്കതോ ആണെന്ന് തോന്നി. പിന്നെ ഇവിടെ വരുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതിന് ഒത്തിട്ടുള്ള ആൾക്കാർ മാത്രം വരിക. പിന്നെ തീരെ നടക്കാനൊന്നും പറ്റാത്തവരൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ ഈ ഒരു ഫോർട്ടിന്റെ നെക്സ്റ്റ് ഒരു പ്രൊജക്ഷനാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇതേപോലെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ആ ആള് നിൽക്കുന്ന ഭാഗത്തൊക്കെ നിന്ന് എടുക്കുന്ന അപകടമുണ്ടോ. പിന്നെ നമ്മൾക്കൊരു വ്യൂവിന് വേണ്ടി ജസ്റ്റ് കയറാൻ പറയുന്നുണ്ട്. ഇതിലെ പോയാൽ ഇവിടെ എത്താന്നാ പറഞ്ഞത്. കയറി പോയി നോക്കാം. We found a place. ഗൈസ് ഇത് കൂടെ ഈ തോക്കുകൂടെ അല്ല ഈ തോക്കുകൂടെ ഈ ഓളക്കൂടെയാണ് തോക്ക് വെച്ചിട്ട് നോക്കട്ടെ ഇതിലൂടെ ഞാൻ കാണുന്ന തല മാറ്റി. ഭാഗ്യ പറഞ്ഞ പോലെ അത് അങ്ങനെ എന്താ പറയാ ആൾക്കാരെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ അറിയില്ല. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമാണോന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഈ ഒരു സ്ഥലത്ത് അവിടെ ഒരു കട ഉണ്ട്. അവിടെ നിന്നൊരു സർവത്ത് പറഞ്ഞു, ഉപ്പും പഞ്ചാരയും കൂടെ ചേർത്തിട്ടുള്ള മധുരമില്ലാത്ത പായസം പോലെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോ എടുത്താൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തല മറ്റേ അവിടെ ഉള്ള ഒരു ആർക്കിന്റെ അവിടെ അങ്ങനെ ചെറുതായിട്ടും തട്ടിയപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കോൺസെൻട്രേഷൻ പോയി. പോസ് ചെയ്യാനും പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു വ്യൂ ആസ്വദിക്കാനായിരുന്നു. ഈ ഒരു വ്യൂ നമ്മൾ ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ട്. ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വീഡിയോന്റെ അവസാനം ഞാൻ പറയാം. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊജക്ഷന്റെ അവിടേക്ക് എത്തി. മീൻസ് ഒരു ഇവിടെ ഉള്ള ഈ ഒരു ഫോർട്ടിലുള്ള ഏറ്റവും കടലിലേക്ക് പ്രൊജക്റ്റ് ആയി നിൽക്കുന്ന ഭാഗമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂവും കൂടെ എൻജോയ് ചെയ്തു. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അവിടുന്ന് സ്പെൻഡ് ചെയ്തു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ലൊരു ആംബിയൻസ് ആണ്. കുറെ കടൽക്കാറ്റിന്റെ ഒരു തണുപ്പ് എല്ലാം കൊണ്ടു. പിന്നെ 6 മണിക്ക് ആയപ്പോഴത്തേക്ക് നമ്മളെ സെക്യൂരിറ്റി വിസിൽ ബ്ലോ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു മേലേക്ക്. നമ്മൾ ഇവിടുന്ന് തൽക്കാലം വിട പറയുകയാണ്. തലയിൽ എന്തൊക്കെ ഇരിക്കുന്നത്. നല്ല അത്യാവശ്യം അടിപൊളി സ്പോട്ട് അല്ലേ.
ഇറങ്ങി വരുമ്പോൾ എൻ്റെ തല തട്ടി എന്നല്ല, അത് ഈ ഒരു ആർക്കിൻ്റെ മേലെയാണ്. നമ്മൾ ആ ഒരു പ്രൊജക്ഷനിലേക്ക് പോകുന്നത് ഈ ഒരു പാത്ത് വഴിയാണ്, താഴേക്കുള്ളൊരു വഴിയാണ്. അപ്പം ഇതുവഴിയാണ് അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ഫോർട്ടിൻ്റെ പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു മയിൽ നിൽക്കുന്നത്. എൻ്റെ ഫോട്ടോ എടുക്കാൻ അതിൽ മയിൽപ്പീലി വിരിക്കാൻ വേണ്ടി കുറേ നേരം കാത്തുന്നു. അവസാനം ഭരത്തടുത്ത് ചെന്നപ്പോൾ അത് കൂടി അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം വിരിക്കും എന്നൊക്കെ തോന്നും, ചത്താലും വിരിക്കൂലടാ തെണ്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ ഉണ്ടായില്ല. നമ്മളിതാ പറഞ്ഞ പോലെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തി ഭാഗ്യയുടെ. അങ്ങനെ ഇന്നത്തെ നൈറ്റ് നമ്മളിവിടെ സ്റ്റേ ആണ്. അവരെല്ലാം സെറ്റിൽഡ് ആയി റൂമിൽ അറേഞ്ച് ചെയ്യുന്നു. ഓൾറെഡി നല്ല ലേറ്റ് ആയി നമ്മളെല്ലാവരും എത്തുമ്പോൾ. അവരെത്തുമ്പോൾ ട്രെയിൻ ലേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഈ സെറ്റപ്പ് കണ്ടാൽ തന്നെ അവിടെ നല്ല കൊതുവിന്റെ സീനില്ല. അപ്പൊ അതൊന്ന് കൊതുവിലേക്ക് ഇട്ട് മാൻഡേറ്ററി തിങ്ങാണ്. അപ്പൊ നമ്മൾ അതൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിട്ട് മീൻസ് ഇന്നത്തെ നൈറ്റ് പറഞ്ഞാല് ഇന്നത്തെ പുലർച്ചാന്നാണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് മീൻസ് ഒരു 9-10 ആകുമ്പോഴത്തെ എണീക്കാൻ പറ്റുമെങ്കിൽ എണീക്കാം. അതായത് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. എണീറ്റിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നേക്ക് ഒരു സ്ഥലത്തൂടെ കയറാനുണ്ട്. അപ്പം ബാക്കി പോകുന്ന കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്കാണ്. ബേക്കൽ ഫോർട്ടിന്റെ വ്യൂ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. സോ ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. ബൈ.